നടൻ ഷൈൻ ടോം ചാക്കോ പ്രതിയായ കൊക്കൈൻ കേസിലെ പോലീസ് അന്വേഷണത്തിലെ പിഴവുകൾ എണ്ണിപ്പറഞ്ഞ വിചാരണ കോടതി. കേസ് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് വിചാരണ കോടതി പറയുന്നു. പ്രതികൾ കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തിയ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി വിധി പകർപ്പിലാണ് ഈ പരാമർശങ്ങളുള്ളത്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും. സജോ ദേവസ്യ, ഷൈൻ ടോം ചാക്കോയെ പോലീസ് രക്ഷിക്കുകയായിരുന്നു എന്നാണോ വിചാരണ കോടതി പറയുന്നത്? സ്മൃതി, 2015 ജനുവരിയിലാണ് നടൻ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെട്ട കൊക്കൈൻ കേസ് രജിസ്റ്റർ ചെയ്തത്. വലിയ തോതിൽ ചർച്ചയായ പ്രമാദമായ വിവാദമായ കേസാണ്. ആ കേസിൽ നേരത്തെ തന്നെ അന്വേഷണവും വിചാരണയും പൂർത്തിയാക്കി വിചാരണ കോടതി വിധി പ്രസ്താവം നടത്തിയതാണ്. 8 പ്രതികൾ, നടൻ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള 8 പ്രതികളെയും കുറ്റവിമുക്തരാക്കിയതാണ്. ആ വിധിന്യായത്തിന്റെ പകർപ്പ് പക്ഷേ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. അതിൽ പോലീസ് അന്വേഷണത്തിലെ വീഴ്ച കോടതി അക്കമിട്ട് നിരത്തുകയാണ്. നടപടിക്രമങ്ങൾ പാലിച്ചായിരുന്നില്ല അന്വേഷണം. കൊക്കൈൻ ഘടകങ്ങൾ വേർതിരിച്ച് ശാസ്ത്രീയ പരിശോധന നടത്തിയില്ല. ഈ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള ആളുകൾ കൊക്കൈൻ ഉപയോഗിച്ചിരുന്നോ എന്നതിൽ ശാസ്ത്രീയ പരിശോധന നടത്തുന്നതിൽ കൃത്യമായ വീഴ്ചയുണ്ടായി എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം മഹസർ തയ്യാറാക്കിയപ്പോൾ ഡ്യൂട്ടിയിൽ ഇല്ലാതിരുന്ന ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിലാണ് മഹസർ തയ്യാറാക്കിയതെന്നടക്കമുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം വിചാരണയ്ക്കിടെ ഉണ്ടായ പിഴവുകളും ചൂണ്ടിക്കാണിക്കുകയാണ്. 1-ാം പ്രതി രേഷ്മയുടെ പോക്കറ്റിൽ നിന്ന് കൊക്കൈൻ കണ്ടെത്തിയില്ല എന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ കോടതിയിൽ പറയുന്നു. ഒപ്പം ഈ ഫ്ളാറ്റിന്റെ ഡോർ തുറന്ന് ആരാണ് ആദ്യം അകത്ത് കടന്നത് എന്ന കാര്യത്തിൽ ഓർമ്മയില്ല എന്ന മറുപടി വരുന്നു. ഒപ്പം രഹസ്യവിവരം ലഭിച്ചിരുന്നു എന്നതാണ് പ്രോസിക്യൂഷന്റെ വാദം. പക്ഷേ പട്രോളിംഗ് സംഘം വിചാരണ വേളയിൽ മറിച്ചൊരു അഭിപ്രായമാണ് പറഞ്ഞത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇതിൽ പ്രധാനപ്പെട്ടത് ഈ അന്വേഷണ ഘട്ടത്തിലെ വീഴ്ച എന്നതിനപ്പുറം വിചാരണ വേളയിലും വീഴ്ചയുണ്ടാകുന്നുണ്ട്. അത് മനഃപൂർവ്വമാണോ ബോധപൂർവമാണോ അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിലും ചില സംശയങ്ങൾ ജനിപ്പിക്കുന്നുണ്ട് എന്നതും ഈ ഘട്ടത്തിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷേ ഈ അന്വേഷണ വഴിയിൽ സംസ്ഥാനമാകെ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ഒരു കൊക്കൈൻ കേസിൽ അല്ലെങ്കിൽ ലഹരി കേസിൽ പോലീസ് അന്വേഷണം ഒപ്പം വിചാരണ വേളയിൽ കേസ് പ്രസന്റ് ചെയ്യുന്നതിൽ സംഭവിച്ച കാര്യങ്ങൾ, മൊഴികൾ, ഇതിലൊക്കെയും ഒപ്പം ശാസ്ത്രീയമായി അന്വേഷണം പൂർത്തീകരിച്ച് കൃത്യമായി കുറ്റപത്രം സമർപ്പിക്കുന്നതിലും വിചാരണ വേളയിൽ അത് കൃത്യമായി പിന്തുടരുന്നതിനും കഴിയാതെ പോയിട്ടുണ്ട് എന്താണ് ആ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞാണ് കോടതി പ്രതികളെ കുറ്റവിമുക്തരാക്കിയതെന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്മൃതി.